ലോകത്തെ ഏറ്റവും കൂടുതൽ വികസിച്ചു വരുന്ന മതം ഇസ്ലാമാണ്. 2050 ലോകത്തെ ഏറ്റവും വലിയ മതമായി ഇസ്ലാം മാറിയിരിക്കും. ഞാൻ എന്താ പറയാൻ ശ്രമിക്കുന്നത്? മനുഷ്യന് ജീവിക്കാൻ ഒരു നിയമം ആവശ്യമാണ്. ആ നിയമം ദൈവികമാവണം. ദൈവികമായത് മൗലിക ഭാവത്തോടു കൂടെ നിലനിൽക്കണം. പ്രമാണങ്ങൾ പ്രക്ഷിപ്തങ്ങളാവരുത്. പ്രമാണങ്ങൾ സത്യസന്ധമാവണം. അത് പ്രായോഗികമാവണം, വസ്തുനിഷ്ഠമാവണം. അത് ജനങ്ങൾക്ക് സുതാര്യമായ രീതിയിൽ ലഭ്യമാവണം. മാറ്റിത്തിരുത്തലുകളൊന്നും സംഭവിക്കരുത്. അത് മനുഷ്യന് ജീവിച്ച് കാണിക്കാൻ പര്യാപ്തമാവണം. നമ്മൾ ബൈബിളിനെ കുറിച്ച് പഠിച്ചു നോക്കും. പുതിയ നമ്മൾ ബൈബിളിൽ 27 പുസ്തകങ്ങളാണുള്ളത്. അത് മൊത്തം കാണാതെ പഠിച്ചാലും ഒരു മനുഷ്യൻ എങ്ങനെ ബൈബിൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് തീരുമാനിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഒരു മനുഷ്യന്റെ ദൈനംദിന കാര്യങ്ങൾ അതിൽ വിശദീകരിക്കുന്നേ ഇല്ല. ഒരു ഗിരിപ്രഭാഷണമുണ്ട് 10 കാര്യങ്ങൾ പറയുന്നത്, കുറച്ച് പൊതുവായ ഉമൂറാമകൾ. അതുകൊണ്ട് മനുഷ്യന് രണ്ടറ്റം ജീവിതത്തെ മുട്ടിക്കാൻ കഴിയില്ല. ഇനി ബൈബിളിലെ പ്രധാന കഥാപാത്രമാകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ മാതൃക സ്വീകരിച്ച് മുന്നോട്ട് പോകാമെന്നൊരു ക്രിസ്ത്യാനി വിചാരിച്ചാൽ അദ്ദേഹത്തിന് അതും സാധ്യമല്ല. കാരണം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ അത്ര വലിയ മാതൃകകളൊന്നുമില്ല. ദാമ്പത്യം എങ്ങനെയാവണം? യേശുക്രിസ്തു പെണ്ണിട്ടിട്ടില്ല. കച്ചവടം എങ്ങനെ നടത്തണം? അദ്ദേഹം ആ ഏർപ്പാടിൽ ഒരു വട്ടം പോലും പങ്കെടുത്തിട്ടില്ല. എങ്ങനെയാവണം യുദ്ധം ചെയ്യേണ്ടത്? മൂപ്പരത് ചെയ്തിട്ടില്ല. ഇങ്ങനെ സാമൂഹികമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും ഇടപെട്ട ശീലം അദ്ദേഹത്തിനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കൂ. റസൂലിന്റെ ജീവിതത്തിന്റെ ഓരോ പോയിന്റും കൃത്യമായി രേഖപ്പെട്ടു. അത് കാതോട് കാതോരം കൈമാറി വന്ന് ഗ്രന്ഥങ്ങളിലേക്ക് മാറി പിന്നെ സുരക്ഷിതമായി ഇന്നും കൃത്യമായി നിലനിൽക്കുന്നു. ലോക ചരിത്രത്തിലെ ഒരു മഹാത്ഭുതമാണ് ഹബീബായ നബി തങ്ങളുടെ ഹദീസിന്റെ ശേഖരണം. നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യന്റെ വാക്കും പ്രവൃത്തിയും അംഗീകാരങ്ങളും ശേഖരിക്കാനും ചർച്ച ചെയ്യാനും വേണ്ടി ഉപശാഖകൾ നിരവധിയുള്ള ബൃഹത്തായ ഒരു വിജ്ഞാനശാഖ രൂപപ്പെട്ടു. അതാണ് ഉലൂമുൽ ഹദീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹദീസ് എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യന്റെ ജീവിതത്തെ കൃത്യമായി ഒപ്പിയെടുക്കാൻ എത്രത്തോളം നബി എങ്ങനെ തുപ്പി, എങ്ങനെ തുണിയെടുത്തു, എങ്ങനെ തലയിൽ കെട്ടി, മരിക്കുമ്പോ റസൂലിന്റെ തലയിൽ എത്ര മുടി നരച്ചിരുന്നു, മരണസമയത്ത് റസൂലിന് എത്ര മുടി നരബാധിച്ചതുണ്ടായിരുന്നു, റസൂലിന്റെ യാത്ര എങ്ങനെയാണ്, അവിടുത്തെ കുടുംബജീവിതം എങ്ങനെയാണ്. അല്ലെ മൂഷിത്ര ദീനിക്കുമന്നാദിഹിൽ ഹുമൈറ, ഈ ചുമന്ന പെൺകുട്ടിയിൽ നിന്ന് നിങ്ങളുടെ ദീനിന്റെ പകുതി ഭാഗം അഭ്യസിക്കണമെന്ന് ഐഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹുമയെ ചൂണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മാതൃകയാവുന്ന നേതാവ്, മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ നിയമങ്ങളെല്ലാം കൃത്യമായി യാതൊരുവിധ വൈകല്യങ്ങളുമില്ലാതെ ചരിത്രമാവാൻ ആധുനിക കാലത്ത് ഏതൊക്കെ മാനദണ്ഡം നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ടോ ആ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് അതിലേറെ സുതാര്യമായി ഹദീസുകൾ നിലനിൽക്കുന്നു. ഈ അടുത്ത കാലത്ത് ജീവിച്ചു പോയ ഗാന്ധിജി കേരളത്തിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് ട്രെയിൻ ഇറങ്ങിയതെന്ന് പോലും നമുക്കറിയില്ല. അദ്ദേഹത്തിന്റെ ചില പൊതുവായ കാര്യങ്ങളുണ്ടാവും, അതനുസരിക്കാൻ കുറെ അനുയായികളും ചിലപ്പോൾ ഉണ്ടാവും, ഗാന്ധിയന്മാർ. പക്ഷേ ആ ഗാന്ധിജിയെ അനുകരിക്കാൻ എത്ര പേർ തയ്യാറാവും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചതാണ്. ഇതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിലുള്ള വളരെ മനോഹരമായ ഒരു വിശേഷം. അപ്പോ അള്ളാഹു പ്രവാചകരെ തെരഞ്ഞെടുക്കുന്നു. പ്രവാചകർ സത്യസന്ധമായ ഖുർആനുമായി കടന്നു വരുന്നു. അതിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന നിയമങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു പറഞ്ഞു തരുന്നു. അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ഏത് പശ്ചാത്തലത്തിലും ഏത് നാട്ടിലുമാണെങ്കിൽ അവനൊരു നിയമം വേണം. ഏതാനും ചില ആളുകൾ ചിന്തിച്ചുണ്ടാക്കുന്ന നിയമത്തിന് പരിമിതികൾ ഉണ്ടാവും. അവരിലേറെ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ നേരിടാൻ ശ്രമിച്ചാൽ അത് തോറ്റുകയും ചെയ്യും. എന്നാൽ സർവജ്ഞനായ, സർവമറിയുന്ന, എല്ലാ കാലത്തെ കുറിച്ച് കൃത്യമായി ബോധമുള്ള,
പടച്ച റബ്ബ് നിർമ്മിച്ച നിയമം കൃത്യമായ സ്രോതസ്സുകൾ വഴി മനുഷ്യരിലേക്ക് എത്തിച്ചേരുന്നു. അതാണ് മതം, അതാണ് പരിശുദ്ധ ഇസ്ലാം. അപ്പോ എന്തുകൊണ്ട് മതം വേണം? മനുഷ്യന് ജീവിക്കാൻ അത് ആവശ്യമാണെന്നാണ് ഉത്തരം. എന്തുകൊണ്ട് ഇസ്ലാം ആവണം? ദൈവദത്തമായ ഏകമതം അതാണ്. ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ തീരെ മറ്റ് സ്വാധീനങ്ങൾക്ക് തോപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, ലോകത്തെ ഏറ്റവും കൂടുതൽ ഇപ്പോഴുള്ള മതമാണ് ക്രിസ്ത്യാനിറ്റി. മദ്യം ചുണ്ടോടടിപ്പിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കില്ല എന്നാണ് യോവേൽ എന്ന ബൈബിൾ പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ഇന്ന് കള്ളുടിയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു. അങ്ങനെ ഓരോന്നും. പന്നിയെ തൊടാൻ പാടില്ല, പന്നി തൊട്ടടുത്ത് തൊടാൻ പാടില്ല. ആവർത്തന പുസ്തകത്തിൽ കാണാം, ലേവ്യർ പുസ്തകത്തിലും കാണാം. പന്നി അയവർക്കുന്ന മൃഗമാണെങ്കിലും ഇരട്ടക്കുളമ്പില്ലാത്തത് കൊണ്ട് അതിന്റെ മാംസം ഭക്ഷ്യയോഗ്യമല്ല. ഏറ്റവും കൂടുതൽ പന്നി മാംസം തിന്നുന്നത് ആരാണ്? ഇസ്രായേലിലെ ജൂതന്മാരുടെ ഹോട്ടലിട്ടില്ലെങ്കിൽ മുസ്ലിങ്ങൾ ഹോട്ടലിലാണ് കയറുക. ക്രിസ്ത്യാനികളുടെ ഹോട്ടലിൽ അവർ കയറുകയേ ഇല്ല. അത്രക്ക് അറപ്പും ഉറപ്പുമാണ്. കാരണം പന്നിയെ ഉപയോഗിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. ഇനി ഓരോന്ന് പരിശോധിച്ചു നോക്കും. എത്രമേൽ ആ ഒരു മതത്തെ ലിബറലിസം കയറി മൂടി എന്നുള്ളത് നമുക്കപ്പോൾ മനസ്സിലാവും. ഏറ്റവും ലാസ്റ്റ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു കൽപ്പന വന്നു. എല്ലാ ഇടവകയിലെയും അച്ഛന്മാർ ഗേ ലെസ്ബിയൻ വിവാഹങ്ങളിൽ പങ്കെടുക്കണമെന്നും ആശീർവദിച്ച് കുർബാന നടത്തണമെന്നും ബറക്കല്ലാഹു ലക്കുമാ ബാറക്ക അലൈക്കുമാ ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ പ്രഖ്യാപനം വന്നു. എന്താണ് ഈ ലെസ്ബിയൻ ഗേ വിവാഹങ്ങളോടുള്ള ബൈബിളിന്റെ സമീപനം? സ്ത്രീയോടെന്ന പോലെ പുരുഷനോടൊപ്പം ശയിക്കുന്നവനെ നഗരാതിർത്തിയിൽ കൊണ്ടുപോയി പുറത്താക്കണം. അവൻ മ്ലേച്ഛനാണ്. ഈ മ്ലേച്ഛനാണെന്ന് കൃത്യമായി പറയുന്ന ബൈബിൾ ഉണ്ടായിരിക്കെ അതിൻ്റെ കോടിക്കണക്കിന് കോപ്പികൾ ലോകത്താകെ വിതരണം ചെയ്തുകൊണ്ടിരിക്കെ ഇതേ മാർപ്പാപ്പ തന്നെ ലെസ്ബിയൻ ഗേ വിവാഹങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നു. എന്തുകൊണ്ട്? മൗലികത നശിച്ച മതങ്ങളെ ലിബറലിസം അത്രമേൽ കയറി മേയുന്നു. കുറെ മുഅ്മിനീങ്ങളൊക്കെ മതവിരുദ്ധരായിട്ട് നടക്കുന്നുണ്ടാവും. അതിൽ നല്ലൊരു ശതമാനത്തിന് കുറ്റബോധം ഉണ്ടാവും. അങ്ങനെ ഒരു ടീം നടക്കട്ടെ, നടക്കാതിരിക്കട്ടെ. മതം കൃത്യമായി പാലിക്കുന്ന കോടാനക്കോടി മനുഷ്യർ ഇന്നുണ്ട് ലോകത്ത്. പരിശുദ്ധ ഖുർആന്റെ സംരക്ഷണത്തിന് വേണ്ടി 2 കോടിയിലധികം മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അത് സുരക്ഷിതമായിരിക്കുന്നുണ്ട്. ലോകത്തൊരൊറ്റ ഗ്രന്ഥത്തിനും, വേദാവട്ടെ വേദമല്ലാത്തതാവട്ടെ, ഇങ്ങനൊന്നും അവകാശപ്പെടാൻ കഴിയില്ല. ഒരു 10 പേരെങ്കിലും കാണാതെ പഠിച്ച ഖുർആന്റെ അത്ര 600 പേജുള്ള ഒരു പുസ്തകം ലോകത്ത് കാണാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ കത്തോലിക്ക ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന ലോകത്തെ 2ാമത്തെ സ്ഥലമാണ് കോട്ടയത്തെ പാല. അതിലൂടെ സഞ്ചരിക്കും നിങ്ങൾ. കുല്ലിയത്തു തഹ്ഫീദുൽ ബൈബിൾ ഒരു കോളേജ് നമ്മൾ കാണൂല. റോമിൽ പോയാൽ അവിടെയില്ല. ഏറ്റവും കൂടുതൽ പാർക്കുന്നത് അവിടെ. കാണൂല എന്ന് പറഞ്ഞാൽ 100% ശരി, കാണൂല. ബൈബിൾ സ്റ്റഡി സെന്റർ ഒക്കെ കണ്ടെന്ന് വരും. അത് തഹ്ഫീദുൽ ബൈബിൾ അല്ല. ഖുറാന്റെ കാര്യം, ഒരു ഗ്രാമം പരിശോധിക്കുക, ചുരുങ്ങിയത് ഒരു 5 പേരെങ്കിലും ഖുറാൻ മുഴുവൻ കാണാതെ പഠിച്ചവരുണ്ടാകും. ഒരു ലോക മഹാരാജാവ് കടന്നു വരികയും ലോകത്തിന്റെ ഭരണം ഒന്നിച്ചേറ്റെടുക്കുകയും ഖുറാന്റെ എല്ലാ കോപ്പികളും അയാൾ ചുട്ടുകരിക്കുകയും ഖുറാനിലുള്ള സോഫ്റ്റ്വെയറുകളും ആപ്പുകളും ഒക്കെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്താൽ നേരം വെളുക്കുമ്പോഴേക്ക് ഖുർആൻ ഓതാൻ അത് പ്രിന്റ് ചെയ്യാൻ ഈ സമൂഹത്തിന് മാത്രം കഴിയും. കാരണം 2 കോടിയിലേറെ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ ഖുർആൻ സുരക്ഷിതമായിരിക്കുന്നുണ്ട്. അപ്പോ മനുഷ്യനാകുന്ന വ്യക്തിയെ സമൂലം നിയന്ത്രിക്കുന്ന, സംസ്കരിക്കുന്ന ഒരു ഊർജ്ജസ്വലമായ ജീവിത പദ്ധതിയുടെ പേരാണ് ഇസ്ലാം. ഞാൻ ഈ വേദിയിലേക്ക് കയറി വന്നത് കാല് മുന്നിൽ വെച്ചിട്ടാണ്. എന്തുകൊണ്ട്? അങ്ങനെ നബി പറഞ്ഞത് എന്നുള്ളതാണ്. ഞാൻ ഇറങ്ങിപ്പോകുന്നത് കാലിടത് മുന്നിൽ വെച്ചിട്ടായിരിക്കും. അതാ നബി പറഞ്ഞത് എന്നുള്ളതാണ്. ഞാൻ സംസാരം തുടങ്ങിയ സലാം പറഞ്ഞിട്ടാണ്, ബിസ്മില്ലിട്ടാണ്, സ്വലാത്തും ഹംദും ചൊല്ലിയിട്ടാണ്. എന്തുകൊണ്ട്? അങ്ങനെ ചെയ്യണമെന്നാ നബി പറഞ്ഞേ. ലോകത്ത് ഏത് നേതാവുണ്ട് ഇങ്ങനെ അനുകരിക്കപ്പെടുന്നു? അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനുഷ്യന് ബുദ്ധിയുള്ളത് കൊണ്ട് നിയമമല്ലാതെ പറ്റില്ല. ആ നിയമം കുറെ മനുഷ്യർ ചേർത്ത് നിർമ്മിക്കുന്നത് എല്ലാവർക്കും പ്രായോഗികമല്ല. ഒരാൾക്ക് പറ്റുന്ന വേറെ ആൾക്ക് പറ്റൂല. എല്ലാവരും സ്വീകരിക്കാൻ മനുഷ്യനെ പടച്ച ദൈവം നിർമ്മിച്ച നിയമമാവണം. അതാണ് ഇസ്ലാം. ഇന്നദീനന്ദല്ലാഹിൽ ഇസ്ലാം. സൂറത്ത് ആൽ ഇംറാന്റെ 19-ാമത്തെ വചനം. അള്ളാഹുവിന്റെ അരികിൽ സ്വീകാര്യമായ മതം ഇസ്ലാം.
ഇസ്ലാമിൻ്റെ പ്രമാണം ഭദ്രമാണ്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പ്രായോഗികമാണ്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ വസ്തുനിഷ്ഠവും ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നിവാരണവും. കുറേ ഉമുറാമ പറഞ്ഞതല്ല, അതിൻ്റെയൊക്കെ തഫ്സീല് ലഭ്യമാണ്. ഇതുകൊണ്ടാണ് മതം വേണമെന്നും ആ മതം ഇസ്ലാം ആവണമെന്നും ബുദ്ധിയുള്ള മനുഷ്യന്മാർക്കൊക്കെ ബോധ്യപ്പെടുന്നത്. ഫാദർ ബെഞ്ചമിൻ കെൽദാനിക്ക് അത് ബോധ്യപ്പെട്ടു, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഫാദർ അബ്ദുൽ അഹദ് ദാവൂദിന് അത് ബോധ്യപ്പെട്ടു, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. വലിയ ക്രൈസ്തവ പ്രബോധനായിരുന്ന ക്ലാഷസ്കിലേക്ക് അത് ബോധ്യപ്പെട്ടു, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മർമഡയ്ക്ക് പിത്താളിന് അത് ബോധ്യപ്പെട്ടു, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു. ഇനിയും കുറേ ആളുകളുടെ മുമ്പിൽ ഇത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. സജീവമായ പഠനമാണ് പരിഹാരം. വിമർശനങ്ങൾ പലതും ഉണ്ടാവും, അതിന് ചരിത്രപരവും ഇസ്ലാമിൻ്റെ ഗുണം സംബന്ധിച്ചുമായ കുറേ കാരണങ്ങളുണ്ട്. അതിലൊന്നും തെറ്റിപ്പോകാതെ സമൂഹത്തെ പിടിച്ചു നിർത്താനുള്ള പരിശീലനം കൂടെയാണ് ഇതൊക്കെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മെ കബൂലാക്കുമാറാവട്ടെ.